നമസ്കാരം. കേരളത്തിൽ നിന്നും പഴനിയിലേക്ക് ഡയറക്റ്റ് പോകാനായി പുതിയൊരു ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ്. അതും ടിക്കറ്റ് കിട്ടാൻ തീരെ ബുദ്ധിമുട്ടില്ലാത്ത, ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടുന്ന ഒരു അടിപൊളി ട്രെയിൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു പുതിയ ട്രെയിനിൻ്റെ കംപ്ലീറ്റ് വിവരമാണ് കേട്ടോ. ഈ ട്രെയിൻ കേരളത്തിൽ ഏതൊക്കെ സ്റ്റേഷനിലാണ് നിർത്തുന്നത്, സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം, ടിക്കറ്റ് ചാർജ്, അങ്ങനെ ഉൾപ്പെടെ എല്ലാം പറയുന്ന ഒരു ചെറിയ വ്ലോഗായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് ആ ട്രെയിൻ നമ്പർ 16707 തിരുനെൽവേലി എക്സ്പ്രസ് ആണിത്. ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലായി മാത്രം സർവീസ് നടന്ന ട്രെയിൻ മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ 7:45 തിരുനെൽവേലി ജംഗ്ഷൻ വരെ സർവീസ് നടന്ന ഈ ട്രെയിനിലാണ് നമുക്ക് കേരളത്തിൽ നിന്നും പഴനിയിലേക്ക് പോകാനായി സാധിക്കുന്നത്. മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്നും ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലായി ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പുള്ളത് കാസർഗോഡാണ്. 1:35 ട്രെയിൻ കാസർഗോഡ് എത്തും. അത് കഴിഞ്ഞാൽ 1:55 കാഞ്ഞങ്ങാടും, 2:50 കണ്ണൂരും, 3:20 തലശ്ശേരി, 3:45 വടകര, 4:40 കോഴിക്കോട്, 5:20 തിരൂര്, 6:30 ഷൊർണൂർ ജംഗ്ഷൻ, രാത്രി 9 മണിക്ക് പാലക്കാട് ജംഗ്ഷൻ, രാത്രി 10 മണിക്ക് പാലക്കാട് ടൗൺ, 10:25 കൊല്ലങ്കോട്. ഈ 9 മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ രാത്രി എത്തുന്ന ട്രെയിൻ പിന്നെ അവിടുന്ന് 10 മണിക്കാണ് പാലക്കാട് ടൗണിലെത്തുന്നത്. അതായത് ആ ഒരു സമയത്ത് കുറച്ച് നേരം പാലക്കാട് ജംഗ്ഷനിൽ വണ്ടിയുടെ കുറച്ച് പരിപാടിയായിട്ട് അവിടെ തന്നെ നിർത്തിയിട്ടിരിക്കും, അറിയാലോ. പിന്നെ 10:25 കൊല്ലങ്കോടാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞു. രാത്രി 10:25 ട്രെയിൻ കൊല്ലങ്കോടെത്തും. അത് കഴിഞ്ഞാൽ രാത്രി 11:40 പൊള്ളാച്ചി ജംഗ്ഷൻ, പിന്നീട് 12:20 ഉദുമലൈപ്പേട്ടൈ. 1 മണിക്കാണ് ട്രെയിൻ പഴനിയിലേക്ക് എത്തിച്ചേരുന്നത്. അർദ്ധരാത്രി 1 മണിക്ക് ട്രെയിൻ പഴനിയിലേക്ക് എത്തിച്ചേരും. പിന്നെ ഈ ട്രെയിൻ മധുര ജംഗ്ഷൻ, വിരുദനഗർ ജംഗ്ഷൻ, കോവിൽപ്പട്ടി വഴി രാവിലെ 7:45 നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 16708 ആയിട്ട് ആഴ്ചയിൽ ബുധനാഴ്ചകളിലായി തിരിച്ചും സർവീസ് ഉണ്ട്. 3:45 തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ 4:30 കോവിൽപ്പട്ടി, 4:50 സാത്തൂര്, 5:20 വിരുദനഗർ ജംഗ്ഷൻ, 6:10 മധുരൈ ജംഗ്ഷൻ, രാത്രി 7:05 ദിണ്ടിഗൽ ജംഗ്ഷൻ, 7:40 ഓടനാശത്രം. രാത്രി 8 മണിക്കാണ് ഈ ട്രെയിൻ പഴനിയിൽ എത്തിച്ചേരുന്നത്. പിന്നെ 8:40 ഉദുമലൈപ്പേട്ടൈ, 9:15 പൊള്ളാച്ചി ജംഗ്ഷൻ, 9:40 കൊല്ലങ്കോട്, 10:05 പാലക്കാട് ടൗൺ, 10:45 പാലക്കാട് ജംഗ്ഷൻ. പിന്നെ അർദ്ധരാത്രി 12:20 ഷൊർണൂർ ജംഗ്ഷൻ, 12:50 തിരൂര്, 1:30 കോഴിക്കോട്, 2:10 വടകര, 2:30 തലശ്ശേരി, 2:50 കണ്ണൂര്, 3:50 കാഞ്ഞങ്ങാട്, 4:05 കാസർഗോഡ്, രാവിലെ 6:55 മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുന്നത്. കേരളത്തിൽ നിന്ന് വ്യാഴാഴ്ചയും പോവും, തിരിച്ച് അവിടുന്ന് ബുധനാഴ്ചയും വരും. ഈ ട്രെയിൻ എങ്ങനെയാണ് ഉപകാരപ്രദമാവുന്നതെന്ന് നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. കാസർഗോഡ് നിന്ന് പഴനി വരെ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് 160 രൂപയും, സ്ലീപ്പറിന് 275 രൂപയും, തേർഡ് എ സിക്ക് 725 രൂപയും, സെക്കൻഡ് എ സിക്ക് 1020 രൂപയുമാണ് കേട്ടോ. കാസർഗോഡ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഓരോ സ്റ്റോപ്പുകൾ വരുമ്പോഴത്തേക്കും കേരളത്തിൽ ഈ ഒരു പറഞ്ഞ ടിക്കറ്റിനെക്കാട്ടി വില കുറവായിരിക്കും. നിങ്ങൾക്കത് ഊഹിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ മുഴുവൻ സ്റ്റോപ്പുകളുടെ ടിക്കറ്റ് ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂടിപ്പോയി, അത് വെറുതെ ബോർ പരിപാടിയാവും. അപ്പോൾ നമ്മുടെ പണ്ടേ ഉള്ളൊരു പരാതിയാണ് മലബാർ ഭാഗത്തു നിന്ന്, അതായത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് വണ്ടി ഡയറക്റ്റ് പഴനിയിലേക്ക് ഇല്ല എന്നുള്ളതൊരു പരാതിയായിരുന്നു. നിലവിൽ ഇന്ത്യൻ റെയിൽവേ 2 ട്രെയിനുകൾ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൽ ഒരു ട്രെയിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി പഴനിയിലേക്ക് പോകുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതും ഈ പറയുന്ന കണക്ക് ആഴ്ചയിൽ 1 ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ യാത്രാ പ്ലാനുകൾക്ക് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് മലബാർ ഭാഗത്തു നിന്ന് ഡയറക്റ്റ് പഴനിയിലേക്ക് പോകാനും പഴനിയിൽ നിന്ന് തിരിച്ച് മലബാർ ഭാഗത്തേക്ക് വരാനും ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാവുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയതായി ഇന്ത്യൻ റെയിൽവേ ഈ ഒരു ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് പ്രയോജനപ്പെടുത്താനായി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ നിലവിൽ എല്ലാവരും, എല്ലാ ജില്ലയിലുള്ളവരും മിക്കവരും ആശ്രയിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി രാമേശ്വരം വരെ പോകുന്ന അമൃത എക്സ്പ്രസിനെ ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും മലബാർ ഭാഗത്തുള്ളവർക്ക് ഉപകാരപ്രദമാവുന്ന ഒരു പഴനി സർവീസാണ്. കൂടാതെ ഇനിയും കുറച്ച് ട്രെയിനുകൾ നമ്മുടെ ഗുരുവായൂർ കണക്ട് ചെയ്ത് വരാൻ പ്ലാനൊക്കെ ഉണ്ടെന്ന് ഇന്ത്യൻ റെയിൽവേ പറ്റിയിട്ടൊരു അപ്ഡേറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതും സംഭവിച്ചു കഴിഞ്ഞാൽ മലബാർ ഭാഗത്തുള്ളവർക്ക് നല്ല രീതിയിൽ യാത്രകൾ, തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യാനായി പോകാൻ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ.
അത്തരത്തിൽ പുതിയ ട്രെയിനുകൾ വരുന്നതോടുകൂടി യാത്രക്കാർ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ട്രെയിനുകളുടെ കുറവ് നമ്മൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും മാറിക്കിട്ടും. അതുപോലെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനായി ട്രെയിനുകൾ വരാനുള്ള ഒരു പദ്ധതിയും നമ്മുടെ ഇന്ത്യൻ റെയിൽവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും അതും ഉടനെ തന്നെ പൂർത്തീകരിച്ച് നമുക്ക് ആ ഒരു അപ്ഡേറ്റ് കിട്ടുന്നതാണ്. എത്രത്തോളം അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നോ അത്രത്തോളം ഞാൻ നമ്മുടെ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ട്രെയിനിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മലബാർ ഭാഗത്തു നിന്ന് തുടങ്ങിയ പുതിയ 2 ട്രെയിനുകളിൽ ഏതെങ്കിലും ട്രെയിനുകളിൽ നിങ്ങൾ യാത്ര ചെയ്ത് പഴനിയിലേക്ക് പോയവരുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് കമൻറ്റായി നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ വ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ.